എൻ്റെ പേര് മിലി. ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2020 ബിടെക് പാസ് ഔട്ട് ആയതാണ്. അതിനുശേഷം ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരുന്നെങ്കിലും ഞാൻ ഈ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ അവിടുത്തെ ജോലി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നിർത്തി. ഞാൻ ഫുൾ ടൈം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. ഞാൻ 2021 ഒരു തവണ എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ 2022 ആയപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, എന്നാൽ ഒരു ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ ജൂണിലായിരുന്നു എനിക്ക് എക്സാം. ഞാൻ മെയ്യിൽ പോയി ഉടമ്പടി എടുത്തു. പക്ഷേ അതെനിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാനൊന്നും സാധിച്ചില്ല. എനിക്ക് ആ തവണയും എക്സാം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ ഒന്നുകൂടി ഡിസംബർ 2022 ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം കൃത്യമായിട്ട് പത്രം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ വീണ്ടും ആ തവണ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ വേറൊരു ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടി നോക്കുന്നില്ലായിരുന്നു. അതിനുശേഷം എൻ്റെ 3ാമത്തെ പുതുക്കൽ അടുത്ത വർഷം 2023 ഡിസംബറിലായിരുന്നു. ശരിക്കും 4 പുതുക്കൽ കഴിയേണ്ടതായിരുന്നു, എങ്കിലും കുറച്ച് ഡിലേ വന്ന് 3 പുതുക്കലേ ആയുള്ളൂ. അപ്പോൾ എനിക്ക് ആ തവണ ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പുതുക്കി പ്രദക്ഷിണത്തിൻ്റെ ടൈമിൽ അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രദക്ഷിണത്തിന് പോകുമ്പോൾ ആ മാതാവിനെ രൂപം പിടിക്കാനുള്ള ഒരു ഇത് തരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ചേച്ചി ലോട്ട് എടുക്കാൻ എല്ലാവർക്കും കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ നേരെ വന്നിട്ട് എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നേരെ അവളുടെ അടുത്തോട്ടാണ് കൊണ്ടുപോയത്. അവൾക്ക് തിരി പിടിക്കാനുള്ള ഒരു ഇത് കൊടുത്തു. അപ്പോൾ എനിക്കതൊരു വിഷമം, എന്നോടെന്തോ പിണക്കമുള്ള പോലെയാണ് എനിക്ക് അന്നേരം അത് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതുക്കലെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മയും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഞങ്ങൾ ഒച്ച ചെറുതായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ വിദേശത്ത് നിന്ന് വരെ ആളുകൾ വരുന്നതല്ലേ, നിങ്ങളിങ്ങനെ ചെയ്യാമോ, ഇത്രയും പേര് കേട്ടോണ്ടിരിക്കല്ലേ, നിങ്ങളിങ്ങനെ ഒച്ച വെക്കാമെന്ന് ചോദിച്ചാൽ ചേട്ടൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ അനിയത്തിയും ഒരു തവണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ രൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണാൻ വന്ന സമയത്ത്. അപ്പോൾ ആ രൂപം ഞങ്ങളുടെ 2 പേരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ കാര്യം ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയുകയുണ്ടായി. അപ്പം ഞങ്ങളെ ഈ ചേട്ടൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞ് ഈ ചേട്ടൻ ഞങ്ങളെ 3 പേരെയും ഓഫീസ് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഈ ചേട്ടൻ ഞങ്ങളോട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചു, എവിടുന്നാണ് വന്നത്, കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതിനുശേഷം ഈ ചേട്ടൻ്റെ പേഴ്സിനകത്തു നിന്ന് 3 വീതം 9 മാതാവിൻ്റെ രൂപം ഞങ്ങൾക്ക് എടുത്തു തന്നു. ഇത് കൈ വെച്ചോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എടുത്തു തന്നു. അപ്പോൾ എനിക്കെന്തോ, ഞാൻ അന്നേരം മാതാവിൻ്റെ രൂപം പിടിക്കാൻ ഒരു ഇത് തരണം എന്ന് പറഞ്ഞിട്ട് തരാതെ, അപ്പോൾ എനിക്കതൊരു സന്തോഷമായി. അപ്പോൾ അതിന് മുൻപായിട്ട് അപ്പം ഞാൻ എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും ഞാൻ വിദേശത്ത് പോകണമെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനായിരുന്നു എനിക്ക് താല്പര്യം. എനിക്ക് ഒരിക്കലും വിദേശത്ത് പോകാനൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഇവിടെ തന്നെ എവിടെയെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കണം എന്നായിരുന്നു. അപ്പം എൻ്റെ അമ്മ അനിയത്തിയും കൂടി ഞാനറിയാതെ അവരൊരു ഏജൻസിയിൽ വിളിച്ചു ചോദിച്ചു. ജർമ്മനിയിലോട്ടാണ് അവർ ചോദിച്ചത്. അവിടെ ഫീസില്ലാതെ പഠിക്കാൻ പറ്റുമെന്ന് കണ്ടിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ജർമ്മൻ എടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ, അല്ലാതെ IELTS വെച്ച് പറ്റത്തില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ഇവർ വന്ന് എന്നോട് പറഞ്ഞു, ജർമ്മൻ പഠിക്കാവോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പം വീണ്ടും 8 മാസം എടുക്കും. അപ്പോൾ എനിക്ക് അപ്പം തന്നെ 25 വയസ്സുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിനു വേണ്ടി സമയം കളഞ്ഞ് എനിക്കത് ഒട്ടും പ്രാക്ടിക്കലായി തോന്നാനോട് ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ IELTS മാത്രം വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞ് പോയ ഒരു ഏജൻസി എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, IELTS എടുത്താൽ മതി, അത് വെച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ IELTS പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി. ഞാൻ 1 മാസം ക്ലാസ് എടുത്തു. അതിനുശേഷം ഞാൻ ജാനുവരിയിൽ ഡേറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മാതാവിനോട് ചോദിച്ചിട്ടാണ് ഡേറ്റ് എടുക്കുന്നതെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജാനുവരി 25 ഒരു ഡേറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ പോകാൻ നേരത്ത് വെറുതെ വചനം എടുത്ത് നോക്കിയപ്പോൾ അത് നീ സഞ്ചരിക്കുമ്പോൾ നിൻ്റെ നാശവും കൂടെ ഉണ്ടെന്ന് നോക്കുക എന്നായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. എനിക്ക് ശരിക്കും 7 ആയിരുന്നു സ്കോർ മിനിമം വേണ്ടത് IELTSന്. എനിക്കാകെ ടെൻഷനായി. അപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഉപ്പ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, അത് ഇടണം പ്രത്യേകം പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ IELTS എക്സാമിന് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും ആരെങ്കിലും കാണും. എനിക്ക് ടെൻഷൻ കാരണം ഞാൻ ഉപ്പ് ഇടുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് സ്കോർ വന്നപ്പോൾ എനിക്ക് 6.5 ആയിരുന്നു സ്കോറ്. അങ്ങനെ ഞാൻ വീണ്ടും എഴുതാൻ തീരുമാനിച്ചു. ഞാൻ ഫെബ്രുവരിയിലൊരു ഡേറ്റ് നോക്കി. അപ്പോൾ 20-നും 26-നും ഇടയിലൊരു ഡേറ്റ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കാം എന്ന് കരുതിയിരുന്നപ്പോൾ ഞാൻ അതിനൊരു 4 ദിവസം മുമ്പ് ഇവിടെ ആരാധനയ്ക്ക് വന്നു.
ആരാധനയ്ക്ക് വന്നപ്പോൾ അച്ഛൻ ഇതിനിടയിൽ ഒരു ഡേറ്റ് പറയണമെന്നും എനിക്ക് ആ ഡേറ്റ് തന്നെ എടുക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അന്ന് ഒരു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ധ്യാനത്തിനിടക്ക്. അതായത് ഒരാൾ കീമോതെറാപ്പി ചെയ്ത കാര്യം പറയായിരുന്നു. അച്ഛൻ റിപ്പീറ്റഡ് ആയിട്ട് 26 എന്നുള്ള നമ്പർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ 26 വരെയാണ് മാതാവിനോട് ചോദിച്ചതും. ഞാൻ 26-ന് ഡേറ്റ് എടുത്തു. ഞാൻ അന്ന് പോയപ്പം എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിരുന്നു. ഞാനത് എന്തും വരട്ടെ എന്നുള്ള ഇതിൽ തന്നെ ഞാൻ ഉപ്പ് വിതറി. ഞാൻ എക്സാം എഴുതി. ശരിക്കും 10-13 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. ഞാൻ എക്സാം എഴുതിയത് ഫെബ്രുവരി 26-നാണ്. പക്ഷേ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞു എൻ്റെ റിസൾട്ട് മാത്രം വരുന്നില്ല. ഞാൻ മെയിൽ അയച്ചിട്ടും എനിക്കൊരു റിപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പുതുക്കേണ്ടത്. ഞാൻ മാർച്ചിൽ പുതുക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഏപ്രിൽ 1-ാം തീയതി വന്ന് ഞാൻ പുതുക്കി. ഏപ്രിൽ 2-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വന്നപ്പം എൻ്റെ റിസൾട്ട് ഫോണിൽ വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് 7 സ്കോർ വേണ്ടിയെടുത്ത് എനിക്ക് 7.5 എനിക്ക് മാതാവ് തന്നു. അതിനുശേഷം എനിക്ക് എക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കോഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരെന്നോടത് പറഞ്ഞത് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്, കിട്ടാൻ ഭയങ്കര പാടാണ്, കിട്ടത്തില്ല എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നപ്പം അത് IOT എന്നുള്ള കോഴ്സായിരുന്നു. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലെങ്കിലും എന്തെങ്കിലും കിട്ടണമല്ലോ എന്ന് കരുതി ഞാനതിന് പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ വന്ന് പുതുക്കി. ഞാൻ ജൂലൈയിലാണ് പുതുക്കുന്നത്. പുതുക്കി, അതൊരു ഞായറാഴ്ചയായിരുന്നു. പുതുക്കി 3-ാം ദിവസം ബുധനാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് വേറൊരു ഓഫർ ലെറ്റർ വന്നു. അത് തന്നെയായിരുന്നു. അതും നല്ലൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് ആ ഓഫർ കിട്ടിയത്. അവിടെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഓഗസ്റ്റ് 13-നായിരുന്നു വിസയുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ അന്ന് പോയപ്പോഴും ഉപ്പിടുകയും പാസ്പോർട്ടിൽ ഞാൻ തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും എല്ലാം ചെയ്തു. ഞാൻ അവിടെ വെച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ പാസ്പോർട്ടിൻ്റെ കൂടെ പോകണം, എന്നിട്ട് ഇത് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് തിരിച്ച് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്നുള്ള, പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നുള്ള മെസ്സേജ് വന്നു. 25-ാം തീയതി എനിക്ക് പാസ്പോർട്ട് കിട്ടി. വളരെ കുറച്ച് ദിവസം എനിക്ക് എടുത്തുള്ളൂ. റിജക്ഷൻ വരുമെന്ന് ഭയങ്കര പേടിയായിരുന്നു. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ റിജക്ഷൻ വരാറുണ്ട്. പക്ഷേ എനിക്കത് എന്തായാലും കൃത്യമായിട്ട് കിട്ടി. അപ്പം ഞാൻ അടുത്ത മാസം 6-ാം തീയതി പോവുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടന്നു. വേറെ കാര്യം, ഞാൻ പോവാൻ തീരുമാനിച്ച സമയത്താണ് എൻ്റെ മാരേജ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു നിർബന്ധം എന്ന് പറയുന്നത് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാത്ത ഒരാളായിരിക്കണം എന്നുള്ളത് ഒരു ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ കുറേ വരും, അതൊക്കെ നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു, മാതാവ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിക്കോ എന്ന് പറയുമായിരുന്നു. അതിനുശേഷം ഒരു കൂട്ടർ കാണാൻ വന്നു. അപ്പോൾ എന്തായാലും മാതാവ് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കൊരു ആളെ തന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിസ കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ ഈ മാസം എല്ലാ കാര്യങ്ങളുമായിട്ട് തിരക്കൊക്കെ ആയിപ്പോയി. ഞാൻ ഇന്ന് പറയാം നാളെ പറയാമെന്ന് പറഞ്ഞ് കരുതിക്കൊണ്ട് ഞാൻ ഇരുന്നു. മിനിഞ്ഞാന്ന് ഞാൻ പറയാൻ വരാനിരുന്നതാണ്. അപ്പോൾ രാവിലെ കഞ്ഞി ഗ്യാസിൽ നിന്ന് എടുത്ത് വാർക്കുന്നതിൻ്റെ ഇടയിൽ ഇതെൻ്റെ മേത്തേക്ക് മറിഞ്ഞു വീണു. എൻ്റെ മേത്ത് വീണു, എൻ്റെ മുഖത്ത് വീണു, ദേഹം പൊള്ളി. പക്ഷേ എൻ്റെ മുഖത്ത് 100% ഞാൻ പൊള്ളിന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ എൻ്റെ മുഖത്തൊരു പാടുപോലും ഇല്ല. അതും മാതാവിനെ എന്തോ ഭാഗ്യത്തിന് അനുഗ്രഹിച്ചതാണ്. ഇന്നലെ വരാമെന്നോർത്തിരുന്നപ്പോഴും ഞാൻ ഇന്നലെ വരാമെന്നോർത്തു. പിന്നെ ഞാൻ മടി പിടിച്ച് അവിടെ ഇരുന്നു. ഉച്ചയായപ്പോൾ എൻ്റെ പാസ്പോർട്ടിനകത്തുണ്ടായിരുന്ന ഒരു പേപ്പർ കാണാനില്ല. അങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഏജൻസിയിൽ വിളിച്ചു ചോദിച്ച് ലാസ്റ്റ് ടെൻഷനായി വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പേപ്പർ അതിനകത്ത് ഇല്ല, തോന്നിയതായിരിക്കും, അങ്ങനെ ഒരു പേപ്പർ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ പേപ്പർ കണ്ടതാണ്. എന്തായാലും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ സാക്ഷ്യം പറയാതെ മടി പിടിച്ചിരിക്കുന്നതിന് മാതാവ് എന്നെ ചുറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ ഒട്ടും വൈകാതെ ഇന്ന് തന്നെ വന്ന് പറയാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതൊന്ന് പറയാൻ തീരുമാനിച്ചത്. പിന്നെ രോഗസൗഖ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിനുള്ള ആളാണ്. ഞാൻ പല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, ഒരു കുറവും ഉണ്ടായിട്ടില്ല. അവർ കുറച്ച് പെയിൻ കില്ലേഴ്സ് തരും എന്നല്ലാതെ എനിക്ക് ഒരു കുറവുമില്ല. എനിക്ക് തല അനക്കാൻ പറ്റില്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലാരോമാണ് എന്നോട് എങ്ങനെ തോന്നിപ്പിച്ചത് എനിക്കറിയില്ല, എന്നോട് പരമലയുള്ള ഒരു ആശുപത്രി പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. 2 ദിവസത്തിനകം എൻ്റെ വേദന മാറി. പിന്നെ ഇത്രയും 10 വർഷം ഉണ്ടായ പോലുള്ള വേദന എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ അത് കണക്കാക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് ആളുകൾക്ക് കൊടുക്കും. അവിടെ മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കുറച്ച് മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഏതെങ്കിലും നേരത്തെ ഫുഡ് മേടിച്ച് കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇടവിട്ടുണ്ടായിരുന്ന എല്ലാം കറക്റ്റായി. അരമണിക്കൂർ ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. രാവിലെ എവിടെയാണേലും 5:30 തന്നെ എണീറ്റ് പ്രാർത്ഥിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനം. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും.